എല്ലാവർക്കും നമസ്കാരം. നൈറ്റ് വിത്ത് ഓറഞ്ച് ചാപ്റ്റർ 10 തേഴ്സ്ഡേ 4 PM ടു ഫ്രൈഡേ 6 PM. തുടങ്ങുന്നതിന് മുമ്പ് 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അതായത് കാർബറേറ്ററിൻ്റെ അകത്ത് എങ്ങനെ ഐസ് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം മാളർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ അവസാനം മാളർ പറയുന്ന കാര്യങ്ങൾ ഓർത്താൽ നമുക്കത് മനസ്സിലാവും. പെട്രോളിലെപ്പോഴും ചെറിയ അളവിൽ വാട്ടർ കണ്ടൻസ് ഉണ്ടാവും. ആ വാട്ടർ കണ്ടൻ്റാണ് ലോ ടെമ്പറേച്ചറിൽ ഐസായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, തേഴ്സ്ഡേ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിനോട് സംസാരിച്ച ശേഷം വീണ്ടും അവർ വാഹനം എടുത്തു. കൊറാസിനി, ജാക്ക് സ്ട്രോ ആൻഡ് ഡോക്ടർ അവർ മാറി മാറി വാഹനം ഓടിക്കാൻ തുടങ്ങി. ഡോക്ടറിനിടയിൽ ക്യാബിനിലുള്ള ആൾക്കാരെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. മാളർ വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ മിസ് മേരി ലിഗാർഡും വീക്കായിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ക്ഷീണിതരാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ മുന്നോട്ട് പോകുന്നു. ആ അവസ്ഥയിൽ ജാക്ക് സ്ട്രോയും ചില ടെൻഷനിലാണ്. ഡോക്ടർ ഈ ആൾക്കാർ രണ്ട് പേഷ്യൻസിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന പോലെ ജാക്ക് സ്ട്രോയുടെ മുഖത്തുള്ള ടെൻഷൻ ഡോക്ടർക്ക് വായിച്ചറിയാം, മുഖത്ത് നോക്കി അറിയാം ജാക്ക് സ്ട്രോ ഒരു വലിയ ടെൻഷനിലാണെന്ന്. എന്താണെന്ന് പക്ഷേ ഡോക്ടർ ചോദിച്ചില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട കാര്യത്തിനായിരിക്കും ജാക്ക് സ്ട്രോ ടെൻഷൻ അടിക്കുക. ബട്ട് ഡോക്ടർക്ക് ഓൾറെഡി ഈ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഇനി കൂടുതൽ താങ്ങാൻ വയ്യ എന്ന് വിചാരിച്ച് ഡോക്ടർ ഒന്നും ചോദിച്ചില്ല. ഇതിനിടയിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മുകളിലേക്ക് വന്നു. അതായത് -30 ഡിഗ്രി സെൽഷ്യസ് എന്ന ലെവലിലേക്ക് ടെമ്പറേച്ചർ കൂടി. കഴിഞ്ഞ ദിവസം -57 വരെ എത്തിയിരുന്നതാണ്. ജാക്ക് സ്ട്രോ അവസാനം ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടുന്നത് ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകും. ഏത് നിമിഷവും ശക്തമായ കാറ്റടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ജാക്ക് സ്ട്രോയുടെ ടെൻഷൻ. കാരണം ജാക്ക് സ്ട്രോയ്ക്ക് ആ ഗ്രീൻലാൻഡ് ക്ലൈമറ്റിനെ കുറിച്ചും വെതറിനെ കുറിച്ചും മറ്റാരേക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജാക്ക് സ്ട്രോ അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 9 മണിയോടെ മിസ്റ്റർ മാളർ കോമാ സ്റ്റേജിലേക്ക് മാറി. തീരെ അനക്കമില്ലാത്ത ഒരു ലെവലിലേക്ക് മാളർ മാറി. ഇനി ഇൻസുലിൻ അല്ലാതെ ഒന്നുകൊണ്ടും മാളറെ രക്ഷിക്കാൻ സാധ്യമല്ല. ആ ഒരു അവസ്ഥയിലേക്ക് മാളർ പോയി. മിസ് മേരി ലിഗാർഡ് വളരെ വീക്കായി ഒരു മൂലയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. സോ ഈ ശക്തമായ കാറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കഴിയുന്നതും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ജാക്ക് സ്ട്രോ മാക്സിമം സ്പീഡിൽ ട്രാക്ടർ ഓടിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു തടസ്സം, അതായത് ഈ ഐസ് ക്യാപ്പിൻ്റെ സർഫസ് അണീവനായിട്ട് താഴ്ചകളും ഉയർച്ചകളും ഓൾട്ടർനേറ്റായിട്ട് വരുന്ന ഒരു ജിയോളജിക്കലി അതിനെ സ്ട്രാറ്റജി എന്ന് പറയും. ആ ഒരു ലെവലിലേക്ക് അവിടുത്തെ ഗ്രൗണ്ട് മാറി. മാത്രമല്ല അതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ച ഭാഗത്ത് ഐസ് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ട്രാക്ടർ പിന്നെ സ്പീഡിൽ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വളരെ മെല്ലെ വേണം ഈ ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബാലൻസ് തെറ്റി സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ മെല്ലെ പിന്നെ ആ ട്രാക്ടർ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ. അവർ രാത്രി മുഴുവൻ മാറി മാറി വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് കൊറാസിനി ഡ്രൈവിങ്ങിൽ നിന്ന് കുറേയൊക്കെ ഒഴിവായി നിന്നു. കാരണം അദ്ദേഹത്തിന് അത്തരം ഒരു സർഫസിൽ കൂടെ വാഹനം ഓടിച്ച് പരിചയമില്ല. അങ്ങനെ ഡോക്ടറും ജാക്ക് സ്ട്രോയും മാത്രമായി ആ രാത്രി മുഴുവനുള്ള ഡ്രൈവിംഗ്. രാവിലെ 8 മണിയോടെ ജാക്ക് സ്ട്രോ ട്രാക്ടർ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഓടിക്കൊണ്ടിരുന്ന ട്രാക്ടറിന് അദ്ദേഹം 90 ഡിഗ്രി ആംഗിളിൽ തിരിച്ചു. അതിൻ്റെ ഉദ്ദേശം അടിക്കുന്ന ശക്തമായ കാറ്റ് ക്യാബിൻ്റെ അകത്തേക്ക് കയറില്ല. ഇപ്പം ക്യാബിൻ്റെ സൈഡ് വാളിലാണ് കാറ്റടിക്കുക. ആ ഒരു ലെവലിൽ ട്രാക്ടർ തിരിച്ചു നിർത്തി. അതിനുശേഷം ഡോക്ടർ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിനെ വിളിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ജാക്ക് സ്ട്രോ ആൻറ്റന ഇൻസ്റ്റാൾ ചെയ്തു. ജനറേറ്റർ
ക്രാങ്കി ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. ഇതിനിടയിൽ മിസ് മാർഗരറ്റ് റോസ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരുന്നു. അപ്പോൾ ആദ്യം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഡോക്ടർ റേഡിയോയിൽ വിളിക്കാൻ തുടങ്ങി. വിളിച്ചധികം വേഗം തന്നെ ക്യാപ്റ്റനെ കിട്ടി. അവർ സംസാരിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഡോക്ടർ ചോദിച്ചത്, നമ്മുടെ മിസ്റ്റർ മാളറുടെ ഐഡിയ എങ്ങനെയുണ്ട്? എക്സലൻറ്റ്, ഇത്രയും എളുപ്പമുള്ളൊരു പരിപാടി ഉണ്ടായിരുന്ന. ഇപ്പോൾ ഞങ്ങൾ പറക്കുകയാണ്. ആവശ്യത്തിന് പെട്രോൾ നമ്മൾ ഈ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാക്കും. ജസ്റ്റ് ആ ലാസ്റ്റ് അത് അനങ്ങാതെ വയ്ക്കേണ്ട ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ കുറച്ച് നേരം വാഹനം ഒന്ന് നിർത്തുക. അതിൻ്റെ ബാക്കി വെള്ളം കലക്കലും കാര്യങ്ങളൊക്കെ വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ തന്നെ നടക്കും. എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ നമ്മളിപ്പോൾ ആ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വിൻബി ന്യൂനാറ്റെക്സ് അവിടെ എത്തി. വിൻബി ന്യൂനാറ്റെക്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ചെങ്കുത്തായ മലനിരകൾ ഇറങ്ങി നമ്മുടെ അതിൻ്റെ പിന്നെ കുറച്ച് ദൂരം ട്രാക്ടറിൽ നിന്ന് ആൾക്കാരെ ഇറക്കി. ആ സമയത്ത് ഹെലീൻ അപകടത്തിൽപ്പെട്ടു, അതോ പെടുത്തിയോ കാര്യം ചുറ്റും കൂടി നിൽപ്പുണ്ട്. കാരണം കള്ളന്മാരെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. സോളി ലെവിനെയും ജാഗറോയെയും കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ തണുപ്പ് കുറഞ്ഞു, ശക്തമായ കാറ്റുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഡോക്ടർ ക്യാപ്റ്റൻ വിശേഷങ്ങൾ? ക്യാപ്റ്റൻ പറഞ്ഞു അവസാനം ഗവൺമെൻറ് അവരുടെ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സഹോദര, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡൈനാമിറ്റിൻ്റെ മേലാണ് ഇരിക്കുന്നത്. അത്രയും അപകടകരമായ ഒരു കാര്യവും കൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലല്ല. ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ കൈവശത്തുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ കോടികളുണ്ടാക്കാം. അതിനുവേണ്ടി കോടികൾ മുടക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. ഡോക്ടർ പറഞ്ഞു ക്യാപ്റ്റൻ ദേവി ഇത് കാര്യം എന്താണെന്ന് പറയും, ഇങ്ങനെ വളച്ചു കെട്ടാതെ. ക്യാപ്റ്റൻ പറഞ്ഞു സോറി, അത് ഞാൻ കുറച്ച് ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. കാര്യം ഇതാണ്, US ഒരു പുതിയ മിസൈൽ ഗൈഡൻസ് സിസ്റ്റം US അവരുടെ ഡിഫൻസ് സെക്ഷൻ ലേറ്റസ്റ്റായിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈൽ ഗൈഡൻസ് സിസ്റ്റം. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള US-UK എഗ്രിമെൻ്റ് പ്രകാരം UK സയൻറ്റിസ്റ്റുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായിട്ട് UK കൊണ്ടുപോകുമായിരുന്നു. മിസ്റ്റർ കേണൽ ഹാരിസൺ എന്ന മനുഷ്യൻ ആ സാധനമായിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ ഗൈഡൻസ് സിസ്റ്റം ആയിരിക്കും ഈ ശത്രുക്കളുടെ അഥവാ കൊലയാളികളുടെ ലക്ഷ്യം. അത് പല രാജ്യങ്ങളും, ഇപ്പോൾ നമുക്കറിയാം ഈ ഭീകര രാജ്യങ്ങളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. അവരൊക്കെ ഇങ്ങനെയുള്ള ആയുധങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഇത് ഈ പറഞ്ഞ കോടികൾ വില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൾക്കാർ അതിനു വേണ്ടിയാണ് ഈ വിമാനം അപകടത്തിൽപ്പെടുത്തിയിരിക്കുന്നതും ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയതും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആ സാധനം ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു ട്രാൻസിസ്റ്റർ റേഡിയോയുടെ ഷേപ്പിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടർക്ക് പെട്ടെന്ന് എന്ത് ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് കേട്ടപ്പോൾ ഡോക്ടർക്കൊരു എന്തോ ഒരു ചിന്ത, പക്ഷേ വ്യക്തമായിട്ടൊന്നും ഓർമ്മ വന്നില്ല. പെട്ടെന്ന് ഒരു അനക്കം. ഡോക്ടർ നോക്കുമ്പോൾ കാണുന്നത് കാല് രണ്ടും കൂട്ടിക്കെട്ടിയിരിക്കുന്ന സാഗറോ ഒരൊറ്റ കുതിപ്പിൽ ചാടി എണീറ്റു. ആ ചാടി എണീറ്റ് അദ്ദേഹം കൊറാസിനിയുടെ നേർക്ക് ഒരു ചാട്ടത്തിനെത്തി. കൊറാസിനി അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിടുന്നതിന് മുമ്പ് സാഗറോ ഇടത്തെ കൈകൊണ്ട് കൊറാസിനിയെ പിടിച്ചുയർത്തി വലത്തെ കൈകൊണ്ട് അയാളുടെ മുഖത്തേക്ക് ഒരൊറ്റ ഇടി കൊടുത്തു. ആ ഇടിയുടെ ആഘാതത്തിൽ ഈ കൊറാസിനി എന്ന് പറഞ്ഞാൽ സാഗറോയെ പോലെ തന്നെ, സാഗറോട് അത്ര ഇല്ലെങ്കിലും തൊട്ട് താഴെ സൈസുള്ള 6 അടി 2 ഇഞ്ച് പൊക്കവും അതിനൊത്തുള്ള സൈസുമുള്ള ഒരു ഹെവി മാനാണ്. അത്രയും വലിയ ആ ഒരു മനുഷ്യൻ ഈ ഒരു ഇടിയിൽ ട്രാക്ടറിൽ നിന്ന് തെറിച്ച് പുറത്ത് മഞ്ഞിൽ പോയി വീണു. കണ്ട ഡോക്ടർ ഞെട്ടി. ഡോക്ടർക്ക് മുമ്പ് ഒരു സംശയം ഉണ്ടായിരുന്നു, സാഗറോ ശരിക്കുള്ള ബോക്സിംഗ് ചാമ്പ്യൻ ആണോ എന്ന്. ആ സംശയം എല്ലാം മാറിക്കിട്ടി. ആ ഒരു ഇടി, അത്തരം ഒരു ഇടി തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇനി കാണുകയും വേണ്ട എന്നാണ് ഡോക്ടറുടെ ചിന്ത. അപ്പോഴേക്കും ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പിസ്റ്റൾ കയ്യിലെടുത്തു. ആ സമയമാകുമ്പോഴേക്കും സാഗറോ ഒന്ന് കുനിഞ്ഞ് കൊറാസിനിയെ പിടിച്ചെണീപ്പിച്ച്
അയാളുടെ കോട്ടിൻ്റെ പോക്കറ്റിൻ്റെ അകത്തുനിന്ന് ഒരു പിസ്റ്റൾ എടുത്ത് ഡോക്ടറുടെ കൈ കൊടുത്തു. കാരണം സാഗറോയും ലെവിനെയും ഇന്നലെ മുതൽ കെട്ടിയിട്ടിട്ടുണ്ട്. അവരുടെ ബാഗുകളൊക്കെ പരിശോധിച്ചതാണ്. ബീഫല്ലാതെ അതിൻ്റെ അകത്തുനിന്ന് ഒരു പിസ്റ്റൾ കിട്ടിയിട്ടില്ല. അവരുടെ രണ്ടുപേരുടെയും ദേഹം കൊറാസിനി പരിശോധിച്ചതാണ്. അവരുടെ ദേഹത്തൊന്നും പിസ്റ്റൾ കിട്ടിയിട്ടില്ല. എന്തായാലും കുറ്റവാളികളുടെ കയ്യിൽ പിസ്റ്റൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 3 ആൾക്കാർ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. സോറി, 2 ആൾക്കാർ, ക്യാപ്റ്റൻ ജോൺസണും കേണൽ ഹാരിസണും 2 പേര് വെടിയേറ്റ് മരിച്ചവരാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ കയ്യിൽ പിസ്റ്റൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതും അപ്പോഴും ഡോക്ടർ മരിച്ചു. ഇയാളുടെ കൂടെ ഒരുത്തനും കൂടി ഉണ്ടാവുമല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. 2 കുറ്റവാളികളുണ്ട് എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇയാളുടെ കൂടെ ഒരുത്തനുണ്ടല്ലോ, അവനോടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടറുടെ വലത്തെ കയ്യിൽ ശക്തമായ എന്തോ വന്നടിച്ചു. ഡോക്ടറുടെ കയ്യിലിരുന്ന പിസ്റ്റള് താഴെ വീണു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയ ഡോക്ടർ കാണുന്നത് നമ്മുടെ സ്മോൾവുഡ് പള്ളിയിലച്ചൻ ഒരു പിസ്റ്റളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹം ആ പിസ്റ്റളിൻ്റെ പിടിക്കുന്ന ഭാഗം വെച്ചാണ് ഡോക്ടറുടെ കയ്യിലടിച്ചത്. ആ അടിയുടെ ശക്തിയിൽ കയ്യിൽ നല്ല വേദന അനുഭവപ്പെട്ടു. ഒപ്പം ഡോക്ടറുടെ പിസ്റ്റൾ കയ്യിൽ നിന്ന് പോയി. അതും നമ്മുടെ സ്മോൾവുഡ് കൈവശപ്പെടുത്തി. ആ പിസ്റ്റളും കൈവശപ്പെടുത്തിയതിന് ശേഷം സ്മോൾവുഡ് പറഞ്ഞു, എല്ലാവരും ഹാൻഡ്സ് അപ്പ്. മിസ്റ്റർ നീൽസൺ, നിങ്ങളുടെ ആ റൈഫിൾ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കൂ, അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പം തീരും. ഡോക്ടറുടെ നേരെ പിസ്റ്റളും ചൂണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ജാക്ക് സ്ട്രോ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ കിടന്നിരുന്ന റൈഫിൾ എടുത്ത് അവിടെ ആ മഞ്ഞിൻ്റെ മേലെ വെച്ചു. ഇനി വേറെ വഴിയില്ല. കാരണം ഒരു ഏതാനും സെക്കൻഡ് കൊണ്ട് രംഗമാകെ മാറി. ശരിയായ കുറ്റവാളികൾ അവിടെ കൈയടക്കി, ബാക്കിയുള്ളവരെല്ലാം ബന്ദികളാക്കി. അതിനുശേഷം ഇയാൾ പറഞ്ഞു, സ്മോൾവുഡ് പറഞ്ഞു, ഡോക്ടർ, നിങ്ങളാ മറ്റേ റേഡിയോ സ്പീച്ച് അവസാനിപ്പിച്ചില്ല. അതിൻ്റെ ഇടയിലാണല്ലോ ഈ സംഭവം ഉണ്ടായത്. അവിടെ നിന്ന് ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് ഈ റേഡിയോ എന്ന് പറഞ്ഞോടെയാണ് ഇവിടെ ഇത്രയും സംഭവം ഉണ്ടായത്. അതുകൊണ്ട് പിന്നെ അത് അപ്പുറത്ത് ക്യാപ്റ്റൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, സംസാരിക്കുമ്പോൾ പെട്ടെന്നൊക്കെ സംസാരിച്ച് അവസാനിപ്പിക്കുക. പിന്നെ അവർക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തു പറയരുത്. അത്രയും പറഞ്ഞതിന് ശേഷം ഡോക്ടറുടെ നേരെ തോക്കും ചൂണ്ടിക്കൊണ്ട് അയാൾ നിന്നു. ജാക്ക് സ്ട്രോ ജനറേറ്റർ ക്രാങ്ക് ചെയ്തു. ഡോക്ടർ സംസാരിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. സോറി, പെട്ടെന്ന് നമ്മുടെ മാളർക്ക് ഒരു എമർജൻസി എന്ന് പറഞ്ഞ് ക്യാബിൻ്റെ അകത്തുനിന്ന് വിളിച്ചു. അങ്ങനെ ഞാനൊന്ന് അങ്ങോട്ട് പോയതാണ്. ശരി, എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ബേസ് ക്യാമ്പിൽ ഇൻസുലിൻ എത്തിയിട്ടുണ്ടല്ലോ, എത്രയും വേഗം പോയി അതൊന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ. നമുക്ക് വഴിയിൽ കാണാം. മെയ്ഡേ എന്ന് പറഞ്ഞ് ഡോക്ടർ റേഡിയോ ഓഫ് ചെയ്തു. എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ ഡോക്ടർ പുറകേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തെ ഈ സ്മോൾവുഡ് പിടിച്ചു നിർത്തി. അപ്പോൾ ഈ സ്മോൾവുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളി ലെവനെ പോലെ തന്നെ വലിയ സൈസൊന്നുമില്ല, ഒരു ചെറിയ മനുഷ്യൻ. പക്ഷേ ആ സൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൾ ശക്തനാണ്. അത് ആ പിടിയിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇയാൾ ചോദിച്ചു, എന്താ ഡോക്ടർ മെയ്ഡേ? ഡോക്ടർ ഒരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു, മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളിംഗ് സൈൻ. അപ്പോൾ ഇവർ ഈ കുറേ, അതായത് ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഇവരൊരു പ്രത്യേക കോഡ് പറയും. അതിൽ അവസാനിപ്പിക്കുമ്പോഴുള്ള കോഡാണ് മെയ്ഡേ എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. ഇയാൾ പിന്നെയും ചോദിച്ചു, അല്ല നിങ്ങളുടെ സൈന് GFK അല്ലേ? GFK ഞങ്ങളുടെ കോളിംഗ് അപ്പ് സൈന്, മെയ്ഡേ സൈനിങ് ഓഫ്. അതായത് സംസാരം തുടങ്ങുമ്പോൾ GFKയും സംസാരം അവസാനിപ്പിക്കുമ്പോൾ മെയ്ഡേയും. അത് നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവരൊക്കെ ഇതിനു മുമ്പ് ഡോക്ടർ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ അയാൾക്ക് ചുറ്റും നിന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ സാഗറോയും ലെവിനെയും പിടിച്ച് കെട്ടിയിട്ടതിന് ശേഷം. കാരണം പിന്നെ ഡോക്ടർക്ക് ആരെയും സംശയമില്ല. സ്മോൾവുഡ് ഡോക്ടർക്ക് നേരെ പിസ്റ്റളും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, 5 എന്നെണ്ണുമ്പോഴേക്കും നിങ്ങൾ മരിച്ചിരിക്കും. 3 എന്നെണ്ണി തീർന്നപ്പോഴേക്കും നമ്മുടെ മാർഗരറ്റ് റോസ് പറഞ്ഞു, ഞാൻ പറയാം, നിങ്ങൾ ഡോക്ടറെ കൊല്ലണ്ട. അപ്പോൾ ഇയാൾ തിരിഞ്ഞ് നമ്മുടെ മിസ് റോസിൻ്റെ മുഖത്തേക്ക് നോക്കി. റോസ് പറഞ്ഞു, മെയ്ഡേ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡിസ്ട്രസ് സിഗ്നലാണ്. അതായത് ഒരു ദുരന്തം വരാൻ പോകുന്നു എന്നുള്ള സിഗ്നൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, എന്താ
കഴിഞ്ഞ ദിവസം നമ്മുടെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട പ്ലെയിനിൻ്റെ പൈലറ്റ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ കൊടുത്തൊരു സിഗ്നൽ അതാണ് മെയ്ഡേ. അപ്പോൾ മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു എമർജൻസി എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള ഒരു കോഡാണ്. അത്രയും മാർഗരറ്റ് റോസ് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്തായാലും ഡോക്ടറെ, നിങ്ങളെ ഒരു കാര്യത്തിൽ സംഭവിച്ച്, നിങ്ങൾ ആള് നല്ല ധൈര്യമുള്ളവനും ഒപ്പം അല്പം ഷൂഡുമാണ്, ഇത്തിരി കൂർമ്മ ബുദ്ധിയുള്ളവനാണ്. ആ ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമാണ്. നിങ്ങൾ എൻ്റെ ശത്രുപക്ഷത്താണെങ്കിലും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. ഇതിനിടയിൽ നമ്മുടെ സാഗറോടെ ഇടികൊണ്ട് വീണ ഖൊറാസിനി മെല്ലെ എഴുന്നേറ്റ് വന്നു. കാരണം ഈ മഞ്ഞ് തണുപ്പൊക്കെ ആകുമ്പോൾ വേഗം ബോധം വരും. അധികം നേരം ബോധം കെട്ടി കിടക്കില്ല. കിടന്നാൽ പിന്നെ അവിടെ കിടക്കും, പിന്നെ എണീക്കില്ല. കുറച്ചധികം നേരം അവിടെ കിടന്നാൽ. എന്തായാലും ഖൊറാസിനി എണീറ്റ് വന്നു. അപ്പോൾ സ്മോൾ കുട്ടി ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. ഈ കാലും കെട്ടിയിട്ടിരിക്കുന്ന ഒരുത്താൻ വന്ന് ഇങ്ങനെ ഇടിച്ചു കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്മോൾ വുഡ് പറഞ്ഞു, ഡോക്ടർ, നിങ്ങൾ പോയൊരു 2 മാപ്പ് എടുത്തുകൊണ്ട് വരും ആ ഡ്രൈവേഴ്സ് ക്യാബിൽ നിന്ന്. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് മാപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗ്രീൻലൻഡിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തും ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മാപ്പുകൾ അവരുടെ കയ്യിലുണ്ട്. ഡോക്ടർ ഡ്രൈവേഴ്സ് ക്യാബിനിൽ പോയി 2 മാപ്പ് എടുത്തുകൊണ്ട് വന്നു. ആ മാപ്പ് എടുത്തുകൊണ്ട് വന്ന സമയത്ത് കാണുന്ന സീന്, ഖൊറാസിനി ആ ട്രാക്ടർ സ്ലെഡിൻ്റെ ഭാഗത്തിരുന്ന്, അതായത് നേരത്തെ നമ്മുടെ സാഗറോയെയും ലെവിനെയും കെട്ടിയിട്ടിരുന്ന ഭാഗത്ത്, ലെവിൻ ഇപ്പോഴവിടെ കിടപ്പുണ്ട്, സാഗറോ കാല് കെട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ്. കാരണം അത്രയും ശക്തനായൊരു മനുഷ്യനാണ്, അത്യാവശ്യം ബാലൻസ് ഉള്ള ആളാണ്. കാരണം ഒരു വേൾഡ് ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ എന്ന് പറയുമ്പം നല്ല ശാരീരിക ശക്തിയും അതിനനുസരിച്ചുള്ള ബോഡി ബാലൻസിങ്ങും എല്ലാം കാണും. എന്തായാലും ഖൊറാസിനി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലെന്തോ ഉണ്ട്. ഡോക്ടർ വിചാരിച്ചു മറ്റേ സാധനം എടുത്ത് വെച്ചിരിക്കുകയാണ്, നമ്മുടെ മിസൈൽ ഗൈഡൻസ് മെക്കാനിസം ട്രാൻസിസ്റ്റർ റേഡിയോയുടെ രൂപത്തിലിരിക്കുന്നത്. പക്ഷേ അവിടെ ഡോക്ടർ കണ്ടത് മറ്റൊന്നാണ്. നമ്മുടെ പള്ളിയിലച്ഛൻ്റെ പെട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ എടുത്ത് വായിക്കുന്ന അച്ഛൻ്റെ അവസ്ഥ. അപ്പോൾ ആ പെട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. പെട്ടി തുറന്നപ്പോൾ ആദ്യം ഡോക്ടർ കണ്ട പോലെ തന്നെ അയാളുടെ മറ്റേ ഒരു കുർബാനയൊക്കെ ചൊല്ലുമ്പോഴുന്ന ഡ്രസ്സുണ്ട്. അത് ഖൊറാസിനി എടുത്ത് ഒരു മൂലയ്ക്കിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് ഒരു തലയിൽ വയ്ക്കുന്ന ഒരു പ്രത്യേകതരം തൊപ്പിയുണ്ട്, അതും എടുത്തു വലിച്ചെറിഞ്ഞു. പിന്നെ ബൈബിള് യൂഷ്വൽ, അതും പോയി. അതൊന്നും ഇനി ആവശ്യമില്ല. അതൊക്കെ ഇത്രയും നേരത്തെ പുറംപൂച്ചി കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ 3 സാധനങ്ങളും പോയതിന് ശേഷം അവിടെ അവർ നോക്കുമ്പോൾ കാണുന്നത് ഒരു ടേപ്പ് റെക്കോർഡർ. ടേപ്പ് റെക്കോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ടൈപ്പ് കാസറ്റ് ടേപ്പ് റെക്കോർഡർ ആയിരിക്കും പലരുടെയൊക്കെ മനസ്സിൽ വരും. അത് തന്നെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ. ഇപ്പോൾ ആ കാലമെല്ലാം കഴിഞ്ഞ് അതിനുശേഷം CD വന്നു പോയി. ഇപ്പോൾ എല്ലാം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് ലൈക്ക് പെൻ ഡ്രൈവ് എന്നുള്ള ലെവലിലേക്ക് മാറി. ഇത് അങ്ങനെയുള്ള ഒരു ടേപ്പ് റെക്കോർഡർ അല്ല. കാരണം ആ കാലഘട്ടത്തിൽ കാസറ്റ് ടേപ്പ് റെക്കോർഡർ ഇല്ല. കാസറ്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ അതിന് ശേഷം വന്നതാണ്. അതിനൊക്കെ വളരെ മുമ്പേ ഉപയോഗിച്ചിരുന്ന സ്പൂൾ ടേപ്പ് റെക്കോർഡർ, അതായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ആദ്യം ആ ടേപ്പ് ഇരിക്കുന്ന 2 സ്പൂളും എടുത്തു, അത് വലിച്ചെറിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ആ മുകളിലുള്ള ക്യാപ്പ് 4 ക്ലിപ്പ് വെച്ചാണ് അത് പിടിപ്പിച്ചിരിക്കുന്നത്. 4 സൈഡിൽ നിന്ന് ആ ക്ലിപ്പ് മാറ്റി ഈ ക്യാപ്പ് അഴിച്ചു മാറ്റി. ക്യാപ്പ് അഴിച്ചു മാറ്റിയ സമയത്താണ് ഡോക്ടർ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ക്യാപ്പിൻ്റെ അടിയിൽ 2 തോക്ക് കറക്റ്റ് വയ്ക്കാവുന്ന രീതിയിലുള്ള 2 തോക്കെന്ന് പറഞ്ഞാൽ ചെറിയ പിസ്റ്റൾസ് വയ്ക്കാവുന്ന രീതിയിലുള്ള ഓരോ ഭാഗങ്ങൾ, അതിന് കറക്റ്റ് സ്പ്രിങ്ങിൻ്റെ ക്ലിപ്പുകളൊക്കെ വെച്ച് 2 തോക്ക് അവിടെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൽ അത് ജാമായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ പുറമേ നോക്കുന്ന ഇത് വന്ന് നോക്കിയാൽ ഇതൊരു ടേപ്പ് റെക്കോർഡർ എന്ന് വിചാരിച്ച ആൾക്കാരും അത് ആരും തുറന്നു നോക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അത്രയും ഭദ്രമായിട്ടാണ് അവർ ഈ 2 പിസ്റ്റൾസ് ഒളിച്ച് കടത്തിയിരിക്കുന്നത്. പിന്നെ അതിനടിയിൽ നിന്ന് ഖൊറാസിനി ഒരു സാധനം പുറത്തെടുത്തു. അത് ഏകദേശം നേരത്തെ കണ്ടതല്ല, മറ്റൊരു തരം ട്രാൻസിസ്റ്റർ റേഡിയോ പോലെയാണ് ഡോക്ടർക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ടെലിസ്കോപ്പിക് ആൻറ്റന വലിച്ചു പൊക്കിയതിന് ശേഷം ഖൊറാസിനി അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്ത്
അതിൽ നിന്നുള്ള എന്തൊക്കെയോ സിഗ്നൽസ് അത് പുറത്ത് കേൾക്കുന്നില്ല, കാരണം അതിൻ്റെ ഒരു ഹെഡ്ഫോൺസ് ഉണ്ട്. അത് കൊറാസിനി മറ്റേ ചെവിയിൽ വെച്ച് അത് കുറച്ച് നേരം കേട്ടതിന് ശേഷം പറയും ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷേ ഈ ട്രാക്ടറിൻ്റെ മെറ്റൽ സറൗണ്ടിങ്സ് കാരണം അക്യുറേറ്റ് ആവുന്നില്ല, ഞാനൊന്ന് കുറച്ച് ദൂരോട്ട് പോയി നോക്കട്ടെ. ഡോക്ടറെ ടോർച്ചിങ്ങിൻ്റെ വളരെ അധികാരത്തിലാണ്, ഇനി പഴയ പോലെ അല്ലല്ലോ. അങ്ങനെ ഡോക്ടറെ നിന്ന് ടോർച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് വൈകുന്നേരം 4 മണിക്കാണെങ്കിലും ആ സമയത്തൊന്നും വെളിച്ചമില്ല. വെളിച്ചം ഇടയിൽ കുറച്ച് ദൂരം വന്നു, ഇപ്പോൾ വീണ്ടും ഇരുട്ട് വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടോർച്ചൊക്കെ വാങ്ങിച്ച് കുറച്ച് ദൂരോട്ട് പോയി. അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഡോക്ടർക്ക് ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായത്. അത് റേഡിയോ റിസീവർ അല്ല, മറിച്ച് ഒരു റേഡിയോ ഡിറക്ഷൻ ഫൈൻഡർ എന്ന ഒരു എക്യുപ്മെൻ്റാണ്. അതായത് ഒരു കപ്പലിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നോ വരുന്ന റേഡിയോ സിഗ്നൽസ് പിടിച്ചെടുത്ത് അതിൻ്റെ സ്ഥാനം എവിടെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു എക്യുപ്മെൻറ്റ്. അതാണ് ഈ സാധനം. ആൾവുഡ് ചോദിച്ചു ദൂരം എത്ര ഉണ്ടാവും? അത് നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ, ആ മാപ്പിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥാനം ഒന്ന് മാർക്ക് ചെയ്ത്. ഡോക്ടർ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല. പറ്റില്ലേ? വേണ്ട, ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളും മിസ് മാർഗരറ്റ് റോസും തമ്മിൽ ചില അടുപ്പം ഒക്കെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് മാർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലാൻ പോവാണ്. പിന്നെ ഡോക്ടർക്ക് വേറെ വഴിയില്ല. ഡോക്ടർ അവർ നിൽക്കുന്ന സ്ഥാനം മാർക്ക് ചെയ്തു. അതിനുശേഷം സ്മോൾവുഡ് സാഗറോട് എടുത്തോണ്ട് മിസ്റ്റർ നീൽസൺ, നിങ്ങളും മറ്റേ മാപ്പ് എടുത്തതിൽ ആ സ്ഥാനം ഒന്ന് മാർക്ക് ചെയ്യേ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥാനം. ജാക്ക് സ്ട്രോയും അതേപോലെ ചെയ്തു. അതിനുശേഷം ഇയാൾ ഈ 2 മാപ്പും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി. രണ്ടാളും ഒരേ രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു 2 പേരും ഒരേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഷൂട്ട് ചെയ്തേനെ. കാരണം ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം പറ്റിക്കാനായിട്ട് മാറ്റി ചെയ്താലോ എന്നുള്ളൊരു സംശയത്തിലാണ് ഈ 2 പേരെ കൊണ്ട് വേറെ വേറെ മാർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് വിടാം. അപ്പോൾ എല്ലാവരും ട്രാക്ടറിൽ നിന്ന് പുറത്തിറങ്ങിയ ട്രാക്ടർ ക്യാബിനിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങിക്കൊള്ളുക. അപ്പോൾ ഡോക്ടർ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ മുഴുവൻ ഇവിടെ ഇട്ടേച്ച് പോവുകയാണോ? എന്നാൽ ഇത്തിരി ഭക്ഷണവും ഒരു സ്റ്റവും പിന്നെ ഇവിടെ ഒരു ടെൻറ്റ് കെട്ടാൻ കുറച്ച് ടാർപോളിനും തന്നൂടെ? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇവിടെ നിങ്ങളിനി എവിടേക്കാണ് പോകുന്നത്? അത് ഞാൻ പറയാം. നിങ്ങളിനിയിപ്പോൾ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ കാങ്കലാക്ക് ഫോർഡിലേക്കാണ് പോകുന്നത്. കാങ്കലാക്ക് ഫോർഡ്? നിങ്ങൾക്കപ്പോൾ ആദ്യം നേരെ അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ? ഈ കാങ്കലാക്ക് ഫോർഡെന്ന് പറഞ്ഞാൽ, ഈ ഫ്യോർഡെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് 3 ഭാഗവും നല്ല ഉയർന്ന മല പോലുള്ള ഭാഗങ്ങളുള്ള കടലിൻ്റെ ഒരു ഭാഗം. കടൽ ലാൻഡിൻ്റെ അകത്തോട്ട് ഇത്തിരി ഉള്ളിലോട്ട് കയറി നല്ല നീളത്തിൽ ഒരു ഭാഗം, അതിനാണ് ഈ ഫ്യോർഡെന്ന് പറയുന്നത്. അപ്പോൾ കാങ്കലാക്ക് എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർഡാണ്. അവിടെ അപ്പോൾ ഇവരുടെ ഒരു കപ്പലോ അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ട്രോളർ പോലെ, കാരണം ഇവരെപ്പോഴും ഈ കാമഫ്ലാഷ് ചെയ്താണല്ലോ പോകുന്നത്, എല്ലാം രൂപം മാറിയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കപ്പലായിരിക്കില്ല, വല്ല ആൾക്കാർ കണ്ടാൽ മീൻ പിടിക്കാൻ പോകണ പാവപ്പെട്ടവനാണെന്ന് വിചാരിച്ചോളും. അങ്ങനെയുള്ള വല്ല ഫിഷിംഗ് ട്രോളറോ അങ്ങനെ എന്തെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനുള്ള സിഗ്നലായിരിക്കും ഈ കൊറാസിനി നേരത്തെ ആ എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കിയത്. എന്തായാലും ഈ മാപ്പിലെ സ്ഥാനമൊക്കെ വെച്ച് അവർ അത് ദൂരം കാൽക്കുലേറ്റ് ചെയ്തു. ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ കാങ്കലാക്ക് ഫോർഡിലേക്ക്. ആക്ച്വലി അവർ പോകുന്ന ദിശയിൽ നിന്ന് ഇനി ചെറിയൊരു മാറ്റത്തിലേക്കാണ് പോകുന്നത്. ഇത്ര നേരം അവർ പോയിരുന്നത് അറ്റ്ലാന്റിക് ബേസ്, അത് പോകുന്നത് ഓൾമോസ്റ്റ് ഓൾ തെക്ക്, ഒരു ലേശം പടിഞ്ഞാറേക്ക് ഡൈവേർഷൻ, ഒരു ചെറിയ തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ. ഇത് പോകുന്നത് നേരെ ഇനി പടിഞ്ഞാറേക്കാം. കാങ്കലാക്ക് ഫോർഡ് എന്ന് പറയുന്നത് അവർ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറാണ്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് ഇവരുടെ യാത്ര. ഇവിടെ വളരെ മെല്ലെ ഓടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെ പിന്തുടരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് എല്ലാവരുടെയും കാലിവിടെ കെട്ടിയിടാൻ പോവാണ്. കാരണം ഈ മഞ്ഞ് തണുപ്പ് അല്ലെങ്കിൽ ഈ വിരലൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മരവിച്ച വിരലുണ്ടെന്നല്ല കെട്ടുകളൊക്കെ അഴിക്കാൻ കുറേ സമയമെടുക്കും. അപ്പോഴേക്കും ഞങ്ങളൊരു ദൂരം എത്തും. എല്ലാവരും അവിടെ ആ മഞ്ഞിലിരിക്കുക. കൊറാസിനി നിങ്ങളുടെ കാലുകളെല്ലാം കൂട്ടിക്കെട്ടിയിടും എന്ന് പറഞ്ഞു.
അങ്ങനെ എല്ലാവരും അവിടെ മഞ്ഞിലിരുന്നു. വേറെ വഴിയില്ല, തോക്കും പിടിച്ചോണ്ട് പറയും, പിന്നെ അനുസരിച്ചേ പറ്റൂ. എല്ലാവരും മഞ്ഞിലിരുന്നു. അതിനിടയിൽ നമ്മുടെ ട്രാക്ടർ ക്യാബിൻ്റെ അകത്തുനിന്ന് മിസ്റ്റർ മാളർക്കും മേരി ലിഗാർഡിനും തനിയെ പുറത്തിറങ്ങാൻ പറ്റില്ല. അവരത്രയും, ഒരാൾ കോമ സ്റ്റേജിൽ കിടക്കുകയാണ്, മറ്റേ അത്രയും വീക്കായി കിടക്കുകയാണ്. അപ്പോൾ അവരെ പുറത്ത് ഇറക്കാനുള്ള ചുമതല സ്മോൾവുഡ് സാഗറോയെ ഏൽപ്പിച്ചു. സാഗറോ രണ്ടുപേരെയും ചുമന്ന് പുറത്തെത്തിച്ചു. ഇപ്പോൾ അവരും അവിടെ ഈ മഞ്ഞിൽ കിടക്കേണ്ട അവസ്ഥ. തൽക്കാലം അവർ ആ ട്രാക്ടർ സ്റ്റെഡിൽ കിടത്തിയിരിക്കുകയാണ്. ഇനി അവരും ഈ മഞ്ഞിൽ കിടക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഒപ്പം ഡോക്ടർ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വേറൊരു കാര്യമുണ്ട്, ഈ ആംഗലാക് ഫോർട്ടിലൊന്നും പോയിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ചുറ്റും US ബോംബേഴ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംശയകരമായിട്ട് എന്ത് കണ്ടാലും അവർ അത് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിന് മറുപടി പറഞ്ഞാൽ കൊറാച്ചിനെയാണ്. അല്ല, അതിപ്പോൾ ഈ ട്രോളറാകുമ്പോഴാണല്ലോ വിമാനം മുകളിൽ നിന്ന് കാണുക. ഈ ലോകത്ത് വേറൊരു കാര്യമുണ്ട് ഡോക്ടർ, സബ്മറൈൻ, മുങ്ങിക്കപ്പൽ. അത് വിമാനത്തിൽ നിന്ന് നോക്കിയിട്ട് ആരും ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്യാം. ഇത്രയെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ആണ് ഇവരെ ഈ കാലൊക്കെ കെട്ടിയിടാൻ തീരുമാനിച്ചു സ്മോൾവുഡ്. കൊറാസിനിക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്തു. കൊറാസിനി കയറുമൊക്കെ ആയിട്ട് വന്ന് ആദ്യമായിട്ട് ഡോക്ടർ മേസൻ്റെ കാലിൽ കെട്ടാൻ തുടങ്ങി. കയറൊരു ചുറ്റിയതും ഡോക്ടർ മേസൺ പെട്ടെന്ന് കൊറാസിനിയെ തള്ളി താഴെ ഇട്ടു. എന്നിട്ട് ചാടി എണീറ്റു. അപ്പോൾ മറ്റയാൾ പോക്കും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ മേസൺ പറഞ്ഞു, രാക്ഷോ, സാഗറോ, ലെവിൻ, എല്ലാവരും എണീക്ക്, ഒരാളോടെ ഇരിക്കരുത്. അപ്പോൾ സാഗർ ചോദിച്ചു, എന്താ ഞങ്ങളെല്ലാവരും കൂടി കൊല്ലാനാണോ പരിപാടി? എല്ലാവരെയും കൊല്ലാനല്ല, ആരെയും കൊല്ലാതിരിക്കാൻ. കാരണം ഇയാൾ ഈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? അയാളുടെ രഹസ്യങ്ങൾ മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നു. അയാൾ ഇന്ന ഭാഗത്തോട്ടാണ് പോകുന്നത്, അവിടെ സബ്മറൈൻ റെഡിയായി നിൽപ്പുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് നമ്മളിവിടെ കെട്ടിയിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അഴിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ട് കളയും എന്നാണ് അയാൾ പറയുന്നത്. അയാൾക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റും പാർട്ടി എത്തും. അവരെത്തുന്ന സമയത്ത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം ഇവരെടുത്ത് പറയും ഈ കാര്യങ്ങൾ മുഴുവൻ. പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അടുത്ത നിമിഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് മെസ്സേജ് കൊടുക്കും. അതോടെ ഇവരുടെ യാത്രയും നടക്കില്ല. ഇവർ കാങ്കലാക് ഫോണിലെത്തുമ്പോൾ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും US നേവിയുടെ ആൾക്കാർ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം നമ്മളിപ്പോൾ ഇവിടെ കൊല്ലണം. പക്ഷേ അവരുടെ ആകെ 2 തോക്കേ ഉള്ളൂ. 2 തോക്ക് കൊണ്ട് അറ്റ് എ ടൈം 2 ആളെ വെടിവെക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാം. അതിനാണ് നമ്മളെയൊക്കെ കാലൊക്കെ കെട്ടിയിട്ട് ഓരോരുത്തരായിട്ട് സുഗമമായിട്ട് അവർക്ക് വെടിവെച്ച് കൊല്ലാം. ഇതാണ് അവരുടെ പ്ലാൻ. ഇത് കേട്ട് സ്മോൾവുഡ് ഇങ്ങനെ അമ്പരന്ന് ഡോക്ടർ മേസൻ്റെ മുഖത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ, നിങ്ങളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി. ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മനസ്സ് വായിച്ചല്ലോ നിങ്ങൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമ്മൾ 2 പേർക്ക് വെടികിട്ടും, ബാക്കിയുള്ളവർ അപ്പോഴേ ഈ 2 പേരെയും അടിച്ച് തീർത്തേക്കുക. അതുപോലെ മിസ് റോസ് ആൻഡ് മറ്റേ ഡാൻസ് ഗ്രേക്ക്, ഹെലിൻ, എല്ലാവരും റെഡിയാകും. വെട്ടിപ്പൊട്ടുന്ന ശബ്ദം കേട്ട് അപ്പം ഇരുട്ടത്തോട്ട് ഓടിക്കൊള്ളുക. എന്തായാലും വെളിച്ചത്ത് കാണുമ്പോഴല്ലേ ഒരു വെടി വയ്ക്കുള്ളൂ. നിങ്ങൾ അപ്പം ഇരുട്ടിൻ്റെ ഭാഗത്തേക്ക് ഓടിക്കൊള്ളുക. ഇരുട്ടിൽ അപകടമൊന്നും ആലോചിക്കണ്ട, ഈ അപകടത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. ഇത്രയെല്ലാം പറഞ്ഞ് ഡോക്ടർ അവരെ അലർട്ട് ചെയ്തപ്പോൾ പിന്നെ സ്മോൾവുഡിന് വേറെ വഴിയില്ല. സ്മോൾവുഡ് പറഞ്ഞു, ശരി, കുറച്ച് ദൂരം കൂടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തോ. അതാണ് ഇനിയിപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോണ അപകടമാണ്. ഈ പറഞ്ഞ രീതിയിൽ ഒരു തന്ത്രം മനസ്സിലായതുകൊണ്ട് എല്ലാവരും കൊല്ലാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ മതി. ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് അവിടെ എത്തുമ്പോൾ വിവരം കിട്ടും. അങ്ങനെ വിവരം കിട്ടിയാൽ അതോടെ ഇവരുടെ പ്ലാനെല്ലാം പൊളിയും. അതുകൊണ്ട് തന്നെ അവരവിടെ നിർത്തുന്നതാണ് അപകടം. എല്ലാവരും ആ ട്രാക്ടർ സ്ലെഡിൽ കയറിയിരിക്കേ എന്നായി. നമ്മുടെ അതായത് ലഗേജൊക്കെ വെച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ ഇവർക്കും ഇരിക്കാം എന്നുള്ള ഒരു ഓർഡർ കൊടുത്തു സ്മോൾവുഡ്. അങ്ങനെ ട്രാക്ടർ സ്ലെഡിൽ എല്ലാവരും കയറിയിരുന്നു. അപ്പോഴും ഡോക്ടർ ഒരു കണക്കിട്ടു, എന്തായാലും ഈ മറ്റേ നാവിഗേഷൻ അവർക്ക് ഇടവും വലവും തിരിയുന്നതിനായിട്ട് മറ്റേ കമ്പസ് ഉപയോഗിക്കുമല്ലോ, അത് ട്രാക്ടറിൽ വെച്ച് നടക്കില്ല, ഡോഗ് സ്ലെഡിലായിരിക്കും ചെയ്യുക. അങ്ങനെ ഒരാളവിടെ പോകും. മിക്കവാറും കൊറാസിനും ട്രാക്ടർ ഓടിക്കും,
മറ്റേയാൾ കമ്പസും കൊണ്ട് പോകും. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇവരെ കീഴ്പ്പെടുത്താം എന്നൊരു ചിന്ത ഡോക്ടറുടെ മനസ്സിൽ വന്നു. പക്ഷേ അത് കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കൊറാസിനടുത്ത് മറ്റേ എക്യുപ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ മാഗ്നറ്റിക് നാവിഗേഷൻ്റെ ആവശ്യമില്ല. കൊറാസിന് കൂളായിട്ട് അതിൻ്റെ ഹെഡ്ഫോൺസും ചെവിയിൽ വെച്ച് അങ്ങ് ട്രാക്ടർ ഓടിക്കാൻ തുടങ്ങി. കൃത്യമായിട്ട് അത് കൊടുക്കുന്ന റിസീവിങ് സൗണ്ടിനനുസരിച്ച് ട്രാക്ടർ മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ ഈ പറഞ്ഞ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നതുകൊണ്ട് വളരെ മെല്ലെ പോകാൻ പറ്റുള്ളൂ, ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു 50 കിലോമീറ്റർ കവർ ചെയ്യുന്നതിന് അവർ ഏകദേശം 9 മണിക്കൂർ സമയമെടുത്തു. അപ്പോൾ ഈ ട്രാക്ടർ സ്ലെഡിൽ വരെ എല്ലാം ഇരുത്തിയിട്ട് ക്യാബിൻ്റെ വാതിൽക്ക് തോക്കുമായിട്ടിരിക്കുകയാണ് നമ്മുടെ സ്മോൾവുഡ്. ആരെങ്കിലും സ്ലെഡിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നടുക്കയിൽ ഒരു ഭാഗം മറ്റേ ലഗേജെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. നടുക്കായിട്ട് മേരി ലിഗാർഡിനെയും മാളറേയും കിടത്തി. അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഇവർ ഉള്ള ആൾക്കാരെല്ലാം നിരന്നിരിക്കുകയാണ്. ഇതിനിടെ സ്മോൾവുഡ് 2 പേരെ ട്രാക്ടർ ക്യാബിൻ്റെ അകത്ത് കയറ്റി കയ്യും കെട്ടിയിരുത്തിയിട്ടുണ്ട്, നമ്മുടെ മാർഗരറ്റ് റോസിനെയും ഹെലീനെയും. ഉദ്ദേശം, നിങ്ങളാരെങ്കിലും ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഞാൻ ഇവരെ വെടിവെച്ച് കൊല്ലും, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ കൂടുതൽ നല്ല മനുഷ്യരായിട്ടിരിക്കണം, ഒരുവിധ അറ്റാക്കിന് ശ്രമിക്കരുത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും പുറകെയാണ് ഒരു സൈഡിൽ ജാക്ക് സ്ട്രോയും മറ്റേ സൈഡിൽ ഡോക്ടറും ഉണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സോളി ലെവിനും ജാഗറോയും, ഏറ്റവും ഫ്രണ്ടിൽ ഒരു സൈഡിൽ സെനറ്ററും, അതുകൊണ്ട് മറ്റേ സൈഡിൽ ഡാൻസ് ഗ്രെഗും. സോ ഏറ്റവും ബാക്കിലിരിക്കുന്ന ഡോക്ടറെയും മറ്റേ ജാക്ക് സ്ട്രോയെന്നും ഈ ക്യാബിനിൽ വാതൊക്കെ ഇരിക്കുന്ന ആൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ വല്ല അനക്കം ഉണ്ടായാൽ അറിയും, അവർ പെട്ടെന്ന് എണീക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അറിയും. ജാക്ക് സ്ട്രോങ് അല്ല ഡോക്ടർ എന്നിങ്ങനെ ഷോൾഡറിൽ തട്ടി ഡോക്ടർ നോക്കിയപ്പോൾ ജാക്ക് സ്ട്രോ ഒരു സാധനം എടുത്ത് കൊടുത്തു. കൊറാസിനയുടെ പേഴ്സാണ്. ചാകറോ അവനെ ഇടിച്ചിട്ടപ്പോൾ അതവൻ്റെ പോക്കറ്റിൽ നിന്ന് താഴെ പോയി. ഞാൻ അപ്പം തൊട്ട് പിന്നെ അതിൻ്റെ അടുത്താണ് നിപ്പ്. കുനിഞ്ഞടുത്ത ആരെങ്കിലും കാണും. നമ്മളെയൊക്കെ മഞ്ഞിലിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ അതിൻ്റെ മേലെ കയറിയിരുന്നു. എന്നിട്ടും എല്ലാം അതെടുത്ത് പോക്കറ്റിലാക്കി. അവർ മറ്റേ അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് മെല്ലെ പേഴ്സൊക്കെ തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കൊറാസിനയുടെ 1-2 വിസിറ്റിംഗ് കാർഡ്, പിന്നെ കുറച്ച് പൈസ, അതുകൂടാതെ ഡോക്ടറുടെ പോക്കറ്റിൽ നിന്ന് മിനിഞ്ഞാന്ന് രാത്രി നഷ്ടപ്പെട്ട ആ പേപ്പർ കട്ടിങ് അതവിടെ ഉണ്ട്. അതെടുത്ത് ഡോക്ടർ മറ്റേ ഒരു കൈ കൊണ്ട് മറച്ചു പിടിച്ച് അദ്ദേഹത്തിൻ്റെ ടോർച്ച് കത്തിച്ചു. അദ്ദേഹത്തിൻ്റെ അല്ല, ആക്ച്വലി ജാക്ക് സ്ട്രോയുടെ ടോർച്ച്. കാരണം അദ്ദേഹത്തിൻ്റെ ടോർച്ച് കൊറാസിന് നേരത്തെ എടുത്തുകൊണ്ട് പോയല്ലോ. ജാക്ക് സ്ട്രോയുടെ ടോർച്ച് കത്തിച്ച് ആ പേപ്പർ കട്ടിങ് വായിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് US ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു ട്രെയിൻ ആക്സിഡൻറ്റ്. ട്രെയിന് ഒരു പാലത്തിൽ നിന്ന് നദിയിലേക്ക് മറിഞ്ഞു, 50ഓളം ആൾക്കാർ മരിച്ചു. പക്ഷേ ആ ആക്സിഡൻറ്റിനെ കുറിച്ചല്ല ഇതിൽ ഡീറ്റെയിൽസ്, മറ്റൊരു ന്യൂസായിരുന്നു അതിൽ മെയിൻ. ആ ആക്സിഡൻറ്റ് നടന്ന പ്ലെയിനിൻ്റെ അകത്ത് ഇതുപോലെ ഒരു മിസൈൽ ഗൈഡൻസ് മെക്കാനിസമായിട്ട് ഒരു പട്ടാള ഓഫീസർ യാത്ര ചെയ്തിരുന്നു. അദ്ദേഹവും ആ ആക്സിഡൻറ്റിൽ മരിച്ചു. ആ ഗൈഡൻസ് മെക്കാനിസം വീണ്ടെടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ ഗവൺമെൻറ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്രയുമാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ വായിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്. ജാക്ക് സ്ട്രോ പറഞ്ഞു, ശരിയാണ്, നേരത്തെ വായിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോഷ്യസ് ആവാമായിരുന്നു. അപ്പോൾ നമ്മുടെ സോളി ലെവിൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, അവർ തൊട്ട് മുമ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഡോക്ടർ ഇത് വായിച്ചുകൊണ്ട് കോഷ്യസ് ആവുക? ഡോക്ടർ പറഞ്ഞു, ക്യാബിനിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്യാബിനിൽ നമ്മൾ യാത്ര തുടങ്ങി 2 ദിവസം മുമ്പ് ക്യാപ്റ്റൻ പറഞ്ഞു മിലിറ്ററിയുടെ എന്തോ ഒരു സീക്രട്ട് മിഷനുമായിട്ട് പോയ കേണൽ ഹാരിസൺ ആയിരുന്നു അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഹമായിരുന്നു, അന്ന് വ്യക്തമായ തെളിവില്ല. പക്ഷെ ആ സമയത്ത്
സമാനമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു ന്യൂസും കൂടി കാണുമ്പോൾ ഒന്നുകൂടി സംശയിക്കാം. എല്ലാവരുടെയും ബാഗുകളൊക്കെ ഒന്നുകൂടി പരിശോധിച്ച് ആ പറഞ്ഞ ടേപ്പ് റെക്കോർഡറും കൂടി ഒന്ന് അഴിച്ച് പരിശോധിച്ചിരുന്നെങ്കിൽ ഉറപ്പായും അപ്പം നമുക്ക് ആ പിസ്റ്റൾസ് കണ്ടുപിടിക്കാമായിരുന്നു. എന്നാൽ പിന്നെ ഇവരുടെ ഈ ഒരു കളി ഇപ്പം നടക്കില്ല. പക്ഷെ ഇപ്പം അതൊക്കെ പറഞ്ഞിട്ട് വൈകിപ്പോയി. അതിനിടയിൽ സാഗറോ പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ഞാൻ ഇനിയെങ്കിലും പറയട്ടെ ഡോക്ടർ. എന്താ സാഗറോ? ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരോടും സോറി. നിങ്ങളെ കാല് കെട്ടി ഒരു കാരണമില്ലാതെ ഇത്ര നേരം ഇട്ടതിന്. സാഗർ പറഞ്ഞു, അത് കാര്യമില്ല, അത് അപ്പോഴത്തെ സംശയത്തിൻ്റെ മേലെ ചെയ്തു, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കപ്പോഴേ അറിയായിരുന്നു അത് കൊറാസിനെയാണ്. പക്ഷേ പള്ളിയിലച്ഛനെ ഞാൻ അപ്പോഴും സംശയിച്ചില്ല. അവിടെയായിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ. കൊറാസിനിയുടെ അക്കംപ്ലൈസ് ആര്, അയാളുടെ കമ്പാനിയൻ ആര് എന്നുള്ള കാര്യം മാത്രം എനിക്ക് വലിയ പിടികിട്ടിയില്ല. കൊറാസിനിയുടെ കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം പല കാര്യങ്ങളും ഡോക്ടർ ആലോചിച്ചിട്ടുണ്ടോ. ക്യാബിനിൽ വെച്ച് ആദ്യമായിട്ട് ഓരോ റേഡിയോയുടെ റേഞ്ച്, അതുപോലെ ഫീൽഡ് പാർട്ടി എത്ര ദൂരെയാണ്, അവരെപ്പം മടങ്ങി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചത് കൊറാസിനെയാണ്. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ശരിയാണ്, നമ്മുടെ റേഡിയോ സെറ്റ് തന്നെ ക്യാബിനിലെ RCA സെറ്റ് തകർന്നപ്പോൾ അയാൾ അതിനെ അത് മറിഞ്ഞു വീണപ്പോൾ പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ആക്ച്വലി അവനത് തള്ളിയിട്ടു, അതിൻ്റെ ഇടയിൽ കൈ മുറിഞ്ഞു. അത്രയും ഹെവി ആയിട്ടുള്ളൊരു സാധനമാണുള്ളത്. മാർഗൽ റോസ് എണീക്കുന്ന നേരം നോക്കി അത് അവനോട് തള്ളിയിട്ടു, അതിൻ്റെ ഇടയിൽ അവൻ്റെ കൈ മുറിഞ്ഞു. അപ്പോൾ അതാണ് സത്യം. സാഗർ പറഞ്ഞു പിന്നെയുണ്ട് ഡോക്ടർ, ഫുഡ് ടണലിൽ വെച്ച് ഈ ട്രാക്ടറിൻ്റെ പണിയെടുക്കാനുള്ള ഐഡിയ വന്നതാരാ? കൊറാസിനി. കാരണം നോർമലി നമുക്കൊന്നും ഫുൾ ടണലിൽ കയറാൻ പറ്റില്ല. ഫുൾ ടണലിൽ കയറിയാലേ പഞ്ചസാര എടുത്ത് പെട്രോൾ ഇടാൻ പറ്റുള്ളൂ. ഡോക്ടർ ആലോചിച്ചു, ശരിയാണ്. അവർ ട്രാക്ടർ ഷെഡിലും ക്യാബിനിലുമായിട്ടിരുന്നിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കും ഫുൾ ടണലിൽ എൻട്രി ഇല്ല. അപ്പോൾ പെട്രോളിൽ മായം ചേർക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ഐഡിയ കൊടുത്ത് അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊറാസിനി. നമ്മുടെ നാടൻ ഭാഷയിൽ ഈ തോളത്തിരുന്ന് ചെവി തിന്നുക എന്ന് പറയും, ആ രീതിയിലുള്ള ഒരു പണിയായിരുന്നു കൊറാസിനി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലെവിൻ ചോദിച്ചു, അപ്പോൾ പിന്നെ അവർ വിമാനം കത്തിച്ചത് എന്തിനായിരുന്നു? ഡോക്ടർ പറഞ്ഞു സിമ്പിൾ. അതായത് യാത്ര തുടങ്ങി അധികം വൈകാതെ തന്നെ ക്യാപ്റ്റൻ ഹിൽക്രിസ്റ്റ് മനസ്സിലാക്കി പെട്രോളിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. സ്വാഭാവികമായും അദ്ദേഹം തിരിച്ചു പോകും, ആ പ്ലെയിനിലുള്ള പെട്രോൾ ഊറ്റിയെടുക്കും. റെയ്ക്യാവിക്കിൽ നിന്ന് ഫ്യൂൽ ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത പ്ലെയിനാണ്, അതിൽ ഇഷ്ടം പോലെ പെട്രോൾ ഉണ്ടാവും. ട്രാക്ടറിന് സുഖമായിട്ട് 1500 കിലോമീറ്റർ യാത്രയാവുന്ന അത്രയും പെട്രോള് അതിലുണ്ടാവും. അതുകൊണ്ട് ക്യാപ്റ്റൻ വളരെ പെട്ടെന്ന് യാത്ര ചെയ്യുമായിരുന്നു. അത് ഒഴിവാക്കാനാണ് അവർ ആ വിമാനം കത്തിച്ചത്. ആ സമയത്ത് നമ്മുടെ സാഗറോ രസകരമായ ഒരു ഓർമ്മ പറഞ്ഞു. ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ, അവിടെ സെക്കൻഡ് പൈലറ്റിനെ ബറി ചെയ്യുന്ന സമയത്ത് സ്മോൾ വുഡ് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. ദൈവത്തിന് എങ്കിലും അത് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് ഞാൻ അപ്പോഴേ ആലോചിച്ചിരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. സാഗറോ, ഞാൻ ഒന്നുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റവാളിയാണെന്ന് വിചാരിക്കില്ലായിരുന്നു. അതെന്താ ഡോക്ടർ? നമ്മൾ മറ്റേ മൺഡേ മോർണിംഗ് വിമാനത്തിൽ ആ ലഗേജൊക്കെ എടുക്കാൻ പോയ സമയത്ത് നിങ്ങൾ പറഞ്ഞു ഈ മരിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ മറവ് ചെയ്യേണ്ടതെന്ന്. അതിൽ 2 പേര് വെടിയേറ്റ് മരിച്ചവരാണ്. നിങ്ങളായിരുന്നു അവരെ കൊന്നിരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യില്ല. കാരണം അവരുടെ ബോഡി അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അവരുടെ ദേഹത്തുള്ള ബുള്ളറ്റ് ഹോള്. പക്ഷേ അത് ഞാൻ നേരത്തെ ആലോചിച്ചില്ല. അപ്പോൾ സാഗർ പറഞ്ഞു, ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം ഡോക്ടർ, ഈ കാങ്കലാക്ക് ഫോർട്ടിലേക്ക് പോകാനിരുന്ന ഇവരെങ്ങനെ ഈ നിങ്ങളുടെ IGV ക്യാബിൻ്റെ അവിടെ എത്തി? അത് ക്യാപ്റ്റൻ ജോൺസൺ സ്വന്തം ജീവനും ബാക്കിയുള്ള യാത്രക്കാരുടെ ജീവനും പണയം വെച്ച് ഇവരെ അവരുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് മാറ്റിയായിരുന്നു. കാരണം കാങ്കലാക്ക് ഫോർട്ടിൽ ഇറങ്ങിയാൽ ആ നിമിഷം അവരവരുടെ ആൾക്കാരുടെ കൂടെ ചേരും. US-ൻ്റെ ഒരു പ്രതിരോധ രഹസ്യം ഔട്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ക്യാപ്റ്റൻ ജോൺസൺ ബാക്കി എല്ലാം മാറ്റിവെച്ച് അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ കളഞ്ഞുകൊണ്ട് ഇവരെ അവരുടെ ആൾക്കാരിൽ നിന്ന് അകറ്റി.
പക്ഷേ ക്യാപ്റ്റൻ അറിയില്ലല്ലോ അവിടെ എന്നെപ്പോലൊരു വിഡ്ഢി ജീവൻ പണയം വെച്ച് ഇവരുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാനുണ്ട് എന്നുള്ള കാര്യം ക്യാപ്റ്റൻ മനസ്സിലാക്കിയില്ല. പിന്നെ ഡോക്ടർ ഒരു സീക്രട്ട് ഡോക്ടറോട് പറയാനുണ്ട്. സാഗറോ പറയാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താ? അത് ഞാൻ നേരത്തെ പറയാം എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇയാൾ സമ്മതിച്ചില്ല. ഇനിയെങ്കിലും ഞാൻ പറയട്ടെ പപ്പ. ഡോക്ടർ ഒന്ന് ഞെട്ടി. എന്ത് പപ്പാന്നോ? അപ്പോൾ ഇത് നിങ്ങൾ? അതെ, എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇത് നിങ്ങൾ മാനേജറാന്ന് പറഞ്ഞത്? അതിന് ഉത്തരം പറഞ്ഞത് സോളി ലെവിനാണ്. ഞാൻ ന്യൂയോർക്കിലെ ഒരു പ്ലാസ്റ്റിക് കമ്പനിയുടെ MD ആയിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയറായി. എൻ്റെ പിൻഗാമിയായിട്ട് ഇവൻ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവൻ ബോക്സിങ്ങിലേക്ക് തിരിഞ്ഞു. അവൻ കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ജിംനേഷ്യവും ബോക്സിങ്ങുമായിട്ട് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ റിട്ടയറായ സമയത്ത് ആവുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ നടന്നാൽ പറ്റില്ല. ഒന്നുകിൽ നീ കമ്പനിയുടെ ചാർജ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ നീ 2 കൊല്ലത്തിനകം വേൾഡ് ചാമ്പ്യനായിരിക്കണം. അവൻ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അവൻ കൂടുതൽ ബോക്സിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ സാധാരണ ഇവർക്കൊക്കെ ഒരു മാനേജർ ഉണ്ടാവും, ഒരു മാനേജറും ഒരു കോച്ചും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇവനും ഒരു മാനേജർ ഉണ്ടായിരുന്നു. അവൻ കുറേ കാശൊക്കെ അടിച്ച് മാറ്റി. അത് മനസ്സിലാക്കിയപ്പോൾ ഇവൻ അയാളെ ചവിട്ടി പുറത്താക്കി. അതിനുശേഷം ആ സമയത്താണ് ഞാൻ റിട്ടയർ ആയത്. അതോടെ ഞാൻ അതിൻ്റെ മാനേജറായി. 2 കാര്യങ്ങളാണ്. എനിക്കെൻ്റെ മകൻ്റെ വളർച്ച നേരിൽ കാണാം. 2, പിന്നെ പുറത്തുനിന്ന് ഒരു മാനേജറുടെ ആവശ്യമില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില രാജ്യങ്ങളിൽ ക്ലോസ് റിലേറ്റീവ്സ് മാനേജറോ കോച്ചോ ആയി വരുന്നത് അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് പേര് മാറ്റി. ഞാൻ അവൻ്റെ അച്ഛനാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ആക്ച്വലി എൻ്റെ പേര് സാഗറോ എന്നാണ്. ഞാൻ സാഗറോ എന്നുള്ള പേര് മാറ്റി സോളി ലെവിൻ എന്ന മറ്റൊരു പേരിലാണ് പിന്നെ അങ്ങോട്ട് നീങ്ങിയത്. അത് ശരി, അതൊരു കാര്യമാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളെപ്പോഴും അടുത്തടുത്തിരിക്കുന്നു. അപ്പോൾ 2 പേര് കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ ന്യായമായിട്ട് സംശയിക്കും. അതെ, പിന്നെ നിങ്ങൾ അച്ഛനും മോനുമാണെന്ന് എനിക്കറിയില്ല. അതേസമയം കൊറാസിനി സ്മോൾവുഡും അവർ ഇന്നേ ദിവസം വരെ പരസ്പരം അറിയുന്ന ഭാവം പോലും കാണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്നലെ നമ്മുടെ കൊറാസിനി മറ്റേ ആളുടെ മോന്തക്കിട്ടൊന്ന് കൊടുക്കുകയും ചെയ്തു. അത് കാണുമ്പോൾ നമ്മൾ ഉറപ്പിക്കുമല്ലോ ഇവർ തമ്മിൽ യാതൊരു കണക്ഷനുമില്ല എന്നാണല്ലോ പിന്നെ വിചാരിക്കുക. അപ്പോൾ സാഗറ പറഞ്ഞു, അതവരുടെ നാടകം. ആ നാടകം കണ്ട് നമ്മളെല്ലാം വിശ്വസിച്ചു. ആ നാടകത്തിൻ്റെ ഇടയിൽ അവർ ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു, ഹെലീനെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നപ്പോൾ കൊറാസിനി അവിടെ പിസ്റ്റളും കൊണ്ടൊരു നാടകം കളിച്ചുകൊണ്ട് വന്നു. അതിനിടയിൽ സ്മോൾവുഡ് ആദ്യം ചെയ്ത പണി ക്യാബിൻ്റെ അകത്ത് വന്നു. എങ്ങനെയോ എൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോലടിച്ച് മാറ്റിയിരുന്നു. അതോ ഞാൻ പുറത്തെവിടെയെങ്കിലും മെച്ചപ്പെടുത്താൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ബീഫൊക്കെ എടുത്ത് എൻ്റെ പെട്ടിക്കകത്ത് വെച്ചു. അത് കഴിഞ്ഞ് അവൻ അവിടെ വന്ന് കൊറാസിനിയുടെ നിന്നൊരു അടിയും വാങ്ങിച്ചു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു, അയ്യോ പാവം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ശരിയാണ്, ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടാണ് നിങ്ങളാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു. കാരണം ഇനിയിപ്പോൾ ആലോചിക്കാനില്ല. 2 പേര് പേരായിട്ട് ഒരാളേ ഉള്ളൂ, മറ്റൊരു ശത്രുക്കൾ, ഒരാൾ മറ്റേ ആളെ അടിക്കുന്നു. ആ അവസ്ഥയ്ക്ക് ഇനിയിപ്പോൾ അവർ ഒരു ഗാങ്ങിലെ മെമ്പേഴ്സാണെന്ന് പറയാൻ പറ്റില്ല. ശരി, ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കൊറാസിനി വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, 50 കിലോമീറ്റർ കഴിഞ്ഞു, ഇനി നമുക്ക് ഇവരെയൊക്കെ മാറ്റാം അല്ലേ ബോസ്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇന്നലെ സ്മോൾവുഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ. കൊറാസിനി ജസ്റ്റ് ഒരു അസിസ്റ്റൻറ്റ്. സോ അവർ പറഞ്ഞു, ഇനി എല്ലാവരും ഇറങ്ങിക്കോ, ഞങ്ങൾ മാത്രമായിട്ട് ഇനി പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സോളി ലെവിൻ അത്രയും നേരം ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നതാണ്. പ്രായമായ ഒരു മനുഷ്യനാണല്ലോ, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇരുന്ന് കാല് ധരിച്ചു. അയാൾക്ക് വിചാരിച്ച പോലെ ചാടി എണീക്കാൻ പറ്റിയില്ല. അപ്പോൾ സ്മോൾവുഡ് തോക്കൊക്കെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അയാൾ, താനെന്താടോ അവിടെ നിന്ന് എണീക്കാത്ത ലെവിൻ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കാല് തരിച്ചു, 1 മിനിറ്റ്. അത് ആ കാലിലൊരു ബുള്ളറ്റ് കയറുമ്പോൾ ശരിയാവും. പെട്ടെന്ന് സാഗറോ ചാടി എണീറ്റ് ഈ ലെവിൻ്റെ തൊട്ടടുത്തെത്തി. നമ്മുടെ സ്മോൾവുഡിൻ്റെ തൊട്ടടുത്തെത്തി.
ഒരു കുതിച്ച് ചാടാൻ നിൽക്കുന്ന ഒരു കടുവയുടെ, അതായത് ഈ ബോക്സേഴ്സൊക്കെ നിൽക്കുന്ന ഒരു ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു ചാടാനുള്ള ലെവലിൽ അങ്ങനെ നിന്നുകൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ അച്ഛനെങ്ങാനും തൊട്ടാ താൻ ആ ബുള്ളറ്റ് മുഴുവൻ എൻ്റെ ദേഹത്ത് ഷൂട്ട് ചെയ്യുമായിരിക്കും, അതിൻ്റെ ഇടയിൽ തൻ്റെ കഴുത്ത് ഞാൻ ഒട്ടിക്കും, അതിന് ഒരു സംശയമില്ല. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. ജനിക്ക് ജാഗര ഒന്ന് കൈ നീട്ടിയാൽ മതി ഈ പറഞ്ഞ കഴുത്ത് കയ്യിലെത്താൻ. അപ്പോൾ സ്മോൾ വുഡ് വിചാരിച്ചു ചിലപ്പോൾ ചെയ്തേക്കും, കാരണം നേരത്തെ കൊറാസിനെ ഇടി കണ്ടതാണല്ലോ. അതുകൊണ്ട് എന്തായാലും തൽക്കാലം തോക്ക് താഴത്തേക്ക് മാറ്റി. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, എന്തായാലും നിങ്ങൾ അച്ഛനാണല്ലേ, അതുകൊണ്ട് കാര്യം ചെയ്യാം, ഈ നമ്മുടെ ഹെലീനെ ഇവിടെ ആരും കെയർ ചെയ്യുന്നില്ല, അവരുടെ സ്വന്തം ബോസ് പോലും, അതായത് മിസ്സസ് ഡാൻസ്ബിഗ്ഗ് പോലും ഹെലീന അങ്ങനെ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹെലീന മാറ്റി പകരം ലെവിൻ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അങ്ങനെ തിരിഞ്ഞ് അകത്ത് കയറുമ്പോൾ കയ്യൊക്കെ കെട്ടിയാണ് ഇട്ടിരിക്കണത്. പോയി കൊറാസിനടുത്ത് പറഞ്ഞു, പോയാ കുട്ടിയുടെ കൈ അഴിച്ചു വിട്, ഒരാളെ പറഞ്ഞു വിട്. അങ്ങനെ കൈ അഴിച്ചു. ഹെലീൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കാരണം ഹെലീൻ ഈ ഒന്നാമത് കോളർ ബോൺ ഫ്രാക്ചർ, ആ അവസ്ഥയിൽ ഈ കയ്യും കൂടി കെട്ടി അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും ആ കുട്ടി ആകെ അപ്സെറ്റായിരുന്നു, വളരെ ദേഷ്യത്തിൽ. അങ്ങനെ നടന്നു പോകുന്നതിനോട് ഈ സ്മോൾ വുഡിൻ്റെ അടുത്തെത്തിയതും ഒരൊറ്റ ചവിട്ട് സ്മോൾ വുഡിൻ്റെ ഗണ്ണ് കയ്യിൽ നിന്ന് തെറിച്ചു പോയി. പക്ഷേ അത് ആർക്കും ചാടി എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ കൊറാസിന് ഗണ്ണുമായിട്ട് അവിടെ ഒപ്പുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സ്മോൾ വുഡ് തന്നെ പോയി ആ ഗണ്ണെടുത്തിട്ട് അത് ഹെലീൻ്റെ നേരെ ചൂണ്ടി. ഹെലീൻ്റെ നേരെ ചൂണ്ടിയപ്പോൾ പെട്ടെന്നാണ് സംഭവിച്ചത്. എല്ലാവരും അത്ഭുതപ്പെടുത്തിയുണ്ട്. അതുവരെ ഈ പറഞ്ഞ രീതിയിൽ മെയ്ഡ് എന്നുള്ള നിലയ്ക്ക് മാത്രം അവരെ കണ്ടിരുന്ന മിസ്സസ് ഡാൻസ്ബിഗ്ഗ് പെട്ടെന്ന് ഓടി ഇവരുടെ ഇടയിലേക്ക് വീണു. ഹെലീൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ഈ ഹെലീൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് തന്നെ സ്മോൾ വുഡ് ഷൂട്ട് ചെയ്തു. സോ ബുള്ളറ്റ് കയറിയത് ഡാൻസ്ബിഗ്ഗിൻ്റെ ബാക്കിൽ. അവരങ്ങനെ ആ ബുള്ളറ്റിൻ്റെ ഇമ്പാക്റ്റിൽ മുഖമടിച്ച് മഞ്ഞിൽ വീണു, അവിടെ കിടന്ന് മരിച്ചു. പെട്ടെന്ന് ഹെലീൻ ഇങ്ങനെ ആകെ ഷോക്ക്ഡായി നിൽക്കുകയാണ്. ആ ഷോക്കിൻ്റെ ഇടയിൽ അവളിങ്ങനെ എന്തോ പിറുപിറുക്കുന്നുണ്ട്. ഡോക്ടർ മെല്ലെ ഒന്ന് ശ്രദ്ധിച്ചു, അവൾ പിറുപിറുക്കുന്നതാണ് ഹെലീൻ. അവരെന്നെ ആദ്യമായിട്ട് ഹെലീൻ എന്ന് വിളിച്ചു. അത്ഭുതമാണ്. മിസ് ഫ്ലെമിംഗ് എന്ന് മാത്രം അന്നേ വരെ വിളിച്ചിരുന്ന ഡാൻസ്ബിഗ്ഗ് ആദ്യമായിട്ട് അവളെ ഹെലീൻ എന്ന് വിളിച്ചു. ആ ഒരു വിളിയോടെ അവർ ഷൂട്ട് ചെയ്യപ്പെട്ടു, മരിച്ചു.